പരമാവധി പേരെ അകത്തേക്ക് കയറ്റാൻ തന്നെയാണ്. കാരണം 2-3 സ്റ്റേജുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ VIP-കളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരാളിലേക്ക് പോവാണ്. 10 വർഷത്തിന് ശേഷം 10 വർഷത്തിന് ശേഷമുള്ള ആവേശമാണ് ഈ കാണുന്നത്. വലിയ പ്രതീക്ഷയുമാണ്. ഇനിയും കുറെ പേര് പുറത്തുണ്ട്. അതെ അതെ അതെ. എന്ത് ചെയ്യും അവരൊക്കെ? അവരെല്ലാവരും അകത്ത് വരും, പേടിക്കണ്ട. അതൊരു രാഷ്ട്രീയ ഉത്തരം കൂടിയാണ്. ഹൈബി എം പി പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ഉത്തരം കൂടിയാണ്. നിലവിൽ എല്ലാവരും തന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷമാണ്. അതെ 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 10 വർഷത്തിന് ശേഷമാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ജനങ്ങളുടെ വിധിയെഴുത്തിനെ തുടർന്ന് വലിയ ഒരു സൽഭരണത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ അന്തർദാഹമാണ് ഈ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഗവൺമെന്റിന് സാധിക്കട്ടെ, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ട് സുധീർ ഷാ MLA, എന്റെ MLA കൂടിയാണ് കേട്ടോ. തീർച്ചയായും വളരെ സന്തോഷം. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഐക്യജനാധിപത്യ മാതൃകാപരമായ ഭരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുക. സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയാണ്. തീർച്ചയായും അതാണ് ഏറ്റവും അധികം സന്തോഷം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രതിപക്ഷ സമരത്തിനു കൂടിയുള്ള അംഗീകാരമാണ്. ഓരോ KSU പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം കൂടിയുള്ള അംഗീകാരമാണ് OJ ദിനേശിന്റെ മന്ത്രിസ്ഥാനം. എത്ര ടീം വന്നിട്ടുണ്ട്? ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. എന്താണ്? വലിയ സന്തോഷാഭിമാനമുള്ള സമയമാണ്. 10 വർഷത്തിന് ശേഷം കേരളത്തിലൊരു പുതുയുഗ പിറവിക്ക് BDS-ഉം BS-ഉം ഒക്കെ ഉള്ള ഒരു സഭ അല്ലേ? അതെ, വലിയ ആവേശമുള്ള സന്തോഷമുള്ള ഒരു സഭയാണ്. വലിയൊരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായി. മൊത്തം യൂത്താണ്. അതായത് നോക്കുമ്പോൾ എല്ലാ യുവജനങ്ങൾ, അങ്ങനെ അധികം വയോജനങ്ങളെ കാണാനില്ല. വയോജനക്ഷേമ ഒരു വകുപ്പും ഉണ്ടെന്ന് പറയുന്നു. അതെ, യുവാക്കൾക്ക് വലിയ വിസിബിലിറ്റി ഉള്ള ഒരു സഭയാണ്. കേരളത്തിലെ നിയമസഭ യുവത്വത്താൽ പ്രോജ്വലിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് മാറും. ഏറ്റവും കൂടുതൽ യുവാക്കളുടെ കാലം. നമുക്ക് KK രമയിലേക്ക് പോകാൻ തോന്നുന്നു. രമ ചേച്ചി, ഒന്നും കൂടി ഞങ്ങളുടെ ലൈവിലേക്ക് ഒന്നും കൂടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതേ KK രമ ഒരു മന്ത്രിയോ ഡെപ്യൂട്ടി സ്പീക്കറോ ഒക്കെ ആയി എത്തുമെന്നായിരുന്നു. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടേ ഇല്ല. പാർട്ടി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ആലോചനയെ നടത്തിയിട്ടില്ല. അപ്പൊ പുറത്ത് നിന്ന് സർവാത്മന പിന്തുണ. തീർച്ചയായിട്ടും. എന്താണ് ആവേശം തലയെടുക്കുന്നുണ്ട്? എന്നാലും ചോദിക്കണം, എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അല്ല, വലിയ ആവേശമുണ്ട്. കാരണം ഇടതുപക്ഷത്തിന്റെ ദുർഭരണം ജനം അത് തന്നെ തിരുത്തിക്കാൻ വേണ്ടി, ആ ഭരണത്തിനെ തിരുത്തിക്കാൻ ജനം ഇറങ്ങിയതിന്റെ കാഴ്ചയാണ് നമ്മൾ. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമൊന്നുമല്ല. എല്ലാവരും ആ ദുർഭരണത്തിനെതിരെ വിധിയെഴുതി CPM-ന്റെ ധാർഷ്ട്യത്തിനെതിരെ, ധിക്കാരത്തിനെതിരെ ഒക്കെ കിട്ടിയ ഒരു തിരിച്ചടിയാണിത്. അവർ ഇതിലൊന്നും പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് തുടർന്ന് നമ്മൾ കണ്ടുവരുന്നത്. TP-ക്കുള്ള ഒരു ആദരം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയം, 17 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയം ഇന്ന് ഏറ്റവും പ്രസക്തമായി വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ടാണ് കണ്ണൂരിന്റെ, പയ്യന്നൂരിന്റെ, തളിപ്പറമ്പിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് CPM-ൽ വിട്ടുവന്ന ആളുകൾ, CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ മത്സരിച്ച് ജയിച്ച്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളുകളെ ഇപ്പോഴേ നമുക്ക് കാണുകയാണ്. അരിവാടുമുട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന ഒരു ജനത അത് മാറി ചിന്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത്രയേറെ ഈ പാർട്ടിക്കെതിരെയുള്ള ജനവിരോധമുണ്ട്, വികാരമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. കുടുംബമായിട്ടാണ്. അതെ, മോനും ഞങ്ങളും നാട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. പാർട്ടി നേതാക്കന്മാരുണ്ട്, സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാവരും. PR പ്രവീണ KK രമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ചുറ്റുപാടുമുള്ള ആകാശ ദൃശ്യങ്ങൾ, എത്രത്തോളം തിരക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങൾ ബിഗ് ടിവിയുടെ സ്ക്രീനിൽ നമുക്ക് ഒന്നുകൂടി കൊടുക്കാവുന്നതാണ്. PCR, ഇത്രയധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഭരണമാറ്റത്തിന് എന്ന് വ്യക്തമാക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലെ തിക്കിന്റെയും തിരക്കിന്റെയും യഥാർത്ഥ കാഴ്ചകൾ അത് ആകാശ ദൃശ്യങ്ങളായി നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ തിരക്കാണ്. എവിടെ നിന്നാലും കുഴപ്പമില്ല, ഒന്ന് നേരിട്ട് കാണണം. ഇത് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഭരണമാറ്റമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. MP-മാരും MLA-മാരും അതുപോലെ തന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒക്കെ മാത്രമാണ് ഇനി അകത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളത്. കാരണം VVIP ഗേറ്റ് മാത്രമായി ഇനി ഓപ്പണായി ഉണ്ടാവുക. മറ്റിടങ്ങളിലൂടെയൊക്കെ ആളുകളെ, നല്ല ചൂടുണ്ട്, ആളുകളൊക്കെ വീശുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. പക്ഷേ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 10 കൊല്ലം കാത്തിരുന്നതല്ലേ, ഇനി കാത്തിരിക്കാനുള്ളത് ഒരു 46 മിനിറ്റ് മാത്രമല്ലേ, അത് ഞങ്ങൾ കാത്തിരുന്നോളാം എന്ന് പറയുന്നു. ദാ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആകാശ ദൃശ്യങ്ങൾ. പുറത്ത് കാത്തു നിൽക്കുന്ന മനുഷ്യരെ കണ്ടോ? അകത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കയറിപ്പറ്റാൻ കഴിയാതെ പോയ പിഷാരടി, പാലക്കാട് MLA പിഷാരടി ഇത് അകത്തേക്ക് പോവുകയാണ്. രമേശ് പിഷാരടി തത്സമയം പിഷാരടി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. വലിയ ആവേശമുണ്ട് പിഷാരടി വരുമ്പോൾ. പിഷാരടി സന്തോഷം അറിയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ തിക്കിനും തിരക്കിനും ഇടയിൽ നമ്മുടെ വേണുഗോപാലകൃഷ്ണനെയും S. വിജയകുമാറിനെയും VVIP ഗേറ്റിന് മുന്നിൽ എവിടെയോ നമുക്ക് കാണാതായിട്ടുണ്ട്.
രമേശ് ചെന്നിത്തല ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. രമേശ് ചെന്നിത്തല വരുന്നു, ആവേശമായി രമേശ് ചെന്നിത്തല. നമ്മൾ രാവിലെ 7 മണി മുതൽ കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആളൊഴിഞ്ഞിട്ടില്ല. ആ സ്വീകരണ മുറിയും സിറ്റ് ഔട്ടും നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരായിരുന്നു, വീടിന്റെ മുറ്റത്ത് ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല പോവുകയാണ്. അടൂർ പ്രകാശ് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി ഇതാ വരുന്നത്. ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണ് അദ്ദേഹം. ഒന്നാമനാകുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന് നിരാശ ചില പ്രവർത്തകരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കാര്യമില്ല. ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. ഇനി ആ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസഭ, അത് അധികാരത്തിലേക്ക് വരുമ്പോൾ മികച്ച ഭരണത്തിലേക്ക് എത്തുക, അത് മാത്രമാണ് ഇനി മുന്നിലുള്ള ലക്ഷ്യം. അവിടെ കസേര കിട്ടാത്ത ആളുകളുണ്ട്. പുറത്ത് നിന്നുകൊണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സാഗൂതം വീക്ഷിക്കാനായി ദൂരെ നിന്ന് വാഹനം പിടിച്ച് ഇന്നലെ തന്നെ എത്തി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ ആ ഒരു പ്രതീക്ഷ മാത്രം, ഞങ്ങൾ കാത്തിരുന്ന ആ ഭരണമാറ്റം സംഭവിക്കുന്ന ആ നിമിഷം. അതിനായുള്ള കാത്തിരിപ്പാണ്. രമേശ് ചെന്നിത്തല എല്ലാവർക്കും കൈവീശി കാണിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് വലിയ സ്വീകരണമായിരുന്നു. നമ്മൾ ആ കാണുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയല്ലേ? ഇതാ നിൽക്കുന്നു നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല. അട്ടിമറി വിജയം നേടിയ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോഴും ഫോണിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളുകൾ ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും പാസ് എത്തിക്കാൻ സാധിക്കില്ലല്ലോ. ആൾക്കൂട്ടം എന്ന് പറയുന്നത് അതൊരാൾ കടലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 102 സീറ്റ് എന്ന വിജയം കൊടുത്തത് വെറുതെയല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് എല്ലാ മണ്ഡലത്തിൽ നിന്നും ഈ മുന്നണിയെ വിജയിപ്പിച്ച ആളുകൾ, ഒപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒക്കെ ഒഴുകിയെത്തുകയാണ്. നേതാക്കൾ എത്തുകയാണ്. VVIP ഗേറ്റിലെ മൂവ്മെന്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വേണുഗോപാലകൃഷ്ണനിലേക്കും S വിജയകുമാറിലേക്കും നമുക്ക് പോകാം. ഇപ്പോൾ നേതാക്കൾ, പ്രവർത്തകർ ഓരോരുത്തരായി എത്തുകയാണ്. S വിജയകുമാർ, ഇനി VVIP ഗേറ്റ് വഴി മാത്രമാണ് മൂവ്മെന്റ്. അകത്ത് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇരിക്കാനല്ല, നിൽക്കാൻ ഇടമില്ല. അതില്ല കഴിഞ്ഞു. ഒരു സെക്കൻഡ് സുജി, ഇവിടെ മിനിസ്റ്റർ നിയുക്ത മന്ത്രി ശ്രീ മോൻസ് ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ വകുപ്പ് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും ധാരണയായി അല്ലേ? യെസ്. ഒരു എന്താണ് ഒരു ഈ വലിയ ഒരു എന്താണ് 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള പ്രവർത്തകരുടെ വലിയ ആവേശം കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതു മുന്നണിയുടെ ദുർഭരണം അവസാനിക്കുമ്പോൾ ഒരു സൽഭരണം കാഴ്ചവെക്കാൻ ടീം UDF മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായ ശ്രമം നടത്തും. എല്ലാവരും പ്രാർത്ഥനയോടെ ഞങ്ങൾ സത്യപ്രതിജ്ഞയിലേക്ക്. കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലാത്തതുകൊണ്ട് സുജിയ, നമുക്ക് അദ്ദേഹത്തോട് വിശദമായി ചോദിക്കേണ്ടതുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതാണ്, ഒന്നേ കിട്ടിയുള്ളൂ. ഒരു ചീഫ് വിപ്പ് പദവിയാണുള്ളത്. അതിലൊക്കെ തൃപ്തരാണോ പാർട്ടി എന്നതടക്കം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ തിരക്കായതുകൊണ്ട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പിന്നീടേക്ക് മാറ്റിവെക്കുകയാണ്. മന്ത്രി AP അനിൽകുമാർ, നമ്മുടെ AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ അടൂർ പ്രകാശ്, AP അനിൽകുമാറിന്റെ പ്രതികരണം. ക്യാബിനറ്റിൽ പ്രമോഷൻ ഉണ്ടോ വകുപ്പില്? എല്ലാ വകുപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ക്യാബിനറ്റിനകത്ത് എല്ലാവരും ഒരുപോലെയാണ്. ആരോഗ്യം, വൈദ്യുതി ആയതിന്റെ ഒരു അമർഷം അദ്ദേഹത്തിനുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഏത് വകുപ്പായാലും മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു മന്ത്രിയായിരിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ VD സതീശൻ ക്യാബിനറ്റ് ലോഡിംഗ്. ഇനി സമയം വളരെ കുറവേ ഉള്ളൂ, 44 മിനിറ്റ് മാത്രം. S വിജയകുമാർ. അതാണ് സുജയ, ഇനിയിപ്പോ 44 മിനിറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വേണു ബാലകൃഷ്ണൻ മോൻസ് വകുപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, മുഖ്യമന്ത്രി അറിയിക്കും. പിന്നെ പ്രവർത്തകർ 10 വർഷത്തെ കാത്തിരിപ്പിന്റെ ഒരു സന്തോഷം കൂടുതൽ അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. വലിയ തിരക്കായതുകൊണ്ട് കൂടുതൽ അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ വേണു ബാലകൃഷ്ണൻ ഈ വണ്ടിയിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അങ്ങനെ സുജയ പാർവതി, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നിയുക്ത മന്ത്രിമാരില്ല. അപ്പോൾ VIP ഉദ്യോഗസ്ഥര്, എന്താണ് ബ്യൂറോക്രസിയുടെ ഭാഗമായ ആളുകൾ, ജനപ്രതിനിധികളൊക്കെ ഈ വഴിക്കൂടി ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആളുകൾ വരുന്നതിനൊപ്പം തന്നെ ഈ ഗേറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ VIPs എന്ന മട്ടിൽ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ആ ഗേറ്റിന് മുന്നിലും വലിയ ഒരു എന്താണ് ഗതാഗത കുരുക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം. വാഹനങ്ങളുടെ നീണ്ട നിര ഇവിടെയുമുണ്ട്. സർക്കാർ വാഹനങ്ങളൊക്കെ നമ്മൾ കാണുന്ന ആ വണ്ടികളൊക്കെ ഇവിടെ കുരുങ്ങി കിടക്കുകയാണ്. ആളുകളും ഉണ്ട്. വേണു ബാലകൃഷ്ണൻ, ഇത് എനിക്ക് തോന്നുന്നു 9:15 9:20 ആകുന്നു സമയം. 10 മണിയിലേക്ക് അടുക്കുമ്പോഴേക്കും അങ്ങ് നമ്മൾ കരുതിയതിലൊക്കെ എത്ര പ്രതികരണത്തിലേക്ക് പോകാം. VT ബൽറാം, തൃത്താല MLA VT ബൽറാം. സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കല്ലേ?
സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് വി ടി ബൽറാം പോയി. വിജയകുമാർ. ആ ശരി.